ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷി ലോകത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മരിയ ഗാർഡൻസ് പെരുമ്പാവൂരിലെ സെക്കൻഡ് എപ്പിസോഡാണ്. നമ്മൾ ഒരു വീഡിയോ ഓൾറെഡി കണ്ടു, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് അറിയിച്ചു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. ഇതിൽ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറേ പ്ലാന്റ്സുകളുണ്ടാകും. അതിലൊക്കെ ഒരുപക്ഷെ കുറേ പ്ലാന്റ്സുകളിലും അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്സും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ അബിയു നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പരിപാലനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ കുറച്ച് ടിപ്സുകൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതെ, ഇവിടെ അബിയു കായ്ച്ചു നിൽപ്പുണ്ട്. ഈ മരത്തിൽ കുറേ അബിയു കായ്ച്ചു നിൽപ്പുണ്ട് കേട്ടോ. നിറയെ പൂത്ത് നിൽപ്പുണ്ട്. കണ്ട, ഇവിടെ ഒരു കായുണ്ട്. കണ്ട, ഇവിടെ ഒരു അബിയു ഉണ്ടായിപ്പുണ്ട്. അബിയു തന്നെ പല ടൈപ്പ് ഉണ്ടല്ലേ? അബിയിൽ ഒത്തിരി വെറൈറ്റികളുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് വെറൈറ്റി നെയിം നമുക്കറിയില്ല, പക്ഷേ തിരിച്ചറിയാനായിട്ട് സ്മോൾ ലീഫ് അബിയു എന്നാണ് നമ്മൾ പറയുന്നത്. സ്മോൾ ലീഫ് അബിയു. ലീഫ് ഭയങ്കര ചെറുത്. ഇതിന് ഇപ്പൊ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന അബിയു പ്ലാന്റ്സിന്റെ എല്ലാം ലീഫ് ഒത്തിരി വലിയ. പക്ഷേ ഇത് നമ്മൾ ഒരു 3-4-5 കൊല്ലം മുന്നേ നട്ടുപിടിപ്പിച്ച ആ സമയത്ത് നമുക്ക് കിട്ടിയ ഒരു ഇനാണ് ഇത്. ഇപ്പൊ ഒത്തിരി നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്നില്ല. പക്ഷെ ഇതിന്റെ തൈകൾ നമുക്ക് ഇവിടെ ഉണ്ട് കൊടുക്കാൻ. ഈ പ്ലാന്റിൽ നിന്നുള്ള തൈകൾ നമുക്ക് കൊടുക്കാനായിട്ടുണ്ട്. കുരുവിട്ടാണ് അബിയു ചെയ്യാൻ പറ്റുന്നത്. ഇതില് ഗ്രാഫ്റ്റിംഗ് ലെയറിങ് ചെയ്യാം, പക്ഷെ സക്സസ് അല്ല. സീഡ്ലിംഗ് പ്ലാന്റ്സിനാണ് ഗ്രോത്തും ഇതൊക്കെ കിട്ടുക. അത്യാവശ്യം കായ്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുറേ കായ്കൾ ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ കായ പിടിക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 തവണയായിട്ട് നമുക്ക് കായ കിട്ടും. അപ്പൊ ഇത് ഒരു മാസം മുന്നേ ഫ്ലവർ ചെയ്തതിന്റെ കായകളാണ് ഈ കാണുന്നത്. ഇപ്പൊ പുതിയതായിട്ട് വന്ന ഫ്ലവേഴ്സ് ആണ് ഈ കാണുന്നത്. നമുക്ക് കായയും ഫ്രൂട്ടും കിട്ടും, പിന്നെയും ഫ്ലവേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു 3 ടൈംസ് നമുക്കൊരു വർഷത്തിൽ തണ്ടലൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇതിലെല്ലാം നമുക്ക് ഫ്രൂട്ടായിട്ട് സെറ്റ് ആയി കിട്ടില്ല, പക്ഷെ ഒരു പരിധി വരെ കുറെ പോളിനേഷന്റെ ആണോ എങ്ങനെയാണ്? അത് കുറെയൊക്കെ എന്തായാലും ഫ്ലവേഴ്സ് ഇതെല്ലാം ഫ്രൂട്ടായി കഴിഞ്ഞാൽ ഈ മരത്തിന് താങ്ങാൻ പറ്റില്ല. ഒത്തിരി ഫ്ലവർ ചെയ്യല്ലേ, ഓരോ കൊല്ലം കഴിയുമ്പോൾ നമുക്ക് കായയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് ടൈം ഇത് ഫ്രൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 10 ഇതാണ് കായ കിട്ടുള്ളൂ. പക്ഷെ പിന്നീട് നമുക്ക് കഴിഞ്ഞ കൊല്ലമൊക്കെ ഒരു 50-100 കായയുടെ അടുത്ത് കിട്ടി. ഈ കൊല്ലം മതി കൂടുതൽ കിട്ടേണ്ടതാണ്. 3 പ്രാവശ്യമായിട്ട്. ഇതിപ്പോ എത്ര വർഷമായി തയ്യാ? ഇതിപ്പോ ഒരു 6 വർഷത്തെ പ്രായമുണ്ട് ഇതിന്. ശരിക്കും 2 വർഷം കൊണ്ട് കായ്ക്കോ? ഇപ്പൊ പറയുന്ന വെറൈറ്റികൾ 2 കൊല്ലം കൊണ്ട് കായ്ക്കും. പക്ഷെ ഇതൊന്നും 2 കൊല്ലം കായ പിടിച്ച് കിട്ടിയില്ല. ഇതൊക്കെ നമുക്ക് 4ാം കൊല്ലമാണ്. നമുക്ക് ഇവിടെ എത്ര ടൈപ്പ് ഉണ്ട്? ഇവിടെ നമുക്ക് ഇതിന്റെ തൈകളുണ്ട്, പിന്നെ ഹോം ഗ്രോൺ ഇറക്കുന്ന അബിയുണ്ട്. Z2 എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ തൈ ഉണ്ട്. അതിന്റെ ലീഫ് വലുതാണ് അല്ലേ? Z2 അബിയുവിന്റെ ലീഫ് വലിയ ലീഫാണ്. ഇവിടെ ഇഷ്ടംപോലെ തൈകൾ, വലിയ തൈകളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം. ഇതിന്റെ ഇച്ചിരി വലിപ്പമുള്ള തൈകളാണ്. ഇത് നമ്മള് വലിയ തൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഇതിന്റെ കുറച്ച് വലിപ്പമുള്ള തൈകൾ നമുക്കിവിടെ സെയിലിനായിട്ടുണ്ട്. പിന്നെ ചെറിയ തൈകളും ഉണ്ട്. പിന്നെ നമുക്ക് തീരെ ചെറിയ അബിയുവിന്റെ പഴം ഉണ്ടാവുന്ന ടൈപ്പ് ഒരു മിനി അബിയു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടൈപ്പ് അബിയുവിന്റെ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് 3 ടൈപ്പ് അബിയു. മീഡിയം സൈസ് ആയിട്ടാണ് വരുന്നത്. ഇത് മീഡിയം സൈസ് ആണ്. ഒരു ക്രിക്കറ്റ് ബോളിന്റെ ഒക്കെ അത്രയും സൈസ് ഉണ്ട്. ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. ടേസ്റ്റ് നമുക്ക് മറ്റേ വലിയ ലീഫുള്ള അബിയുവിനേക്കാളും കുറച്ചുകൂടി നല്ല ഫ്ലേവറും ടേസ്റ്റും ഉണ്ട്. ഇതാണ് ഇവിടെ മേടിക്കാൻ വരുന്നവർക്ക് ഇതിന്റെ പഴം കഴിച്ചിട്ട് അവർക്ക് നല്ല അഭിപ്രായമാണ്. നല്ല സ്വീറ്റും ഫ്ലേവർ ആയിട്ടുള്ള. ഇതിപ്പോ എന്താണ് ഇവിടെ പച്ച കളറിൽ ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നത്? പച്ച കളറിൽ നമ്മൾ കാണുന്നതേ ശരിക്കും ഇതിനെ ഈ പ്ലാന്റിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ ചീക്ക രോഗം പിന്നെ അബിയൂനും പിന്നെ പൊതുവെ എക്സോട്ടിക് വെറൈറ്റികൾക്കൊക്കെ ഒത്തിരി കൂടുതലായിട്ട് വരും. ചീക്ക അഥവാ ഫംഗസ്. അപ്പോൾ ഈ ഫംഗസ് രോഗത്തിൽ നിന്നും ഈ പ്ലാന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസൈഡ് അടിച്ചു വെച്ചേക്കാനായിട്ട് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മെയിൻ സ്റ്റെമ്മിൽ തണ്ടുകളിലൊക്കെ നമുക്ക് പേസ്റ്റ് രൂപത്തിൽ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ബ്രഷിന് തേച്ച് കൊടുക്കാം. ഇങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഫംഗസ് അഥവാ ചീക്ക രോഗത്തിൽ നിന്നും ഇതിനെ സംരക്ഷിക്കാൻ സാധിക്കും. നമ്മൾ മഴക്കാലത്താണ് കൂടുതൽ ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ചെറിയ ഉണക്ക് പോലെ കണ്ടു. അപ്പോൾ ഉണക്ക് പോലെ അങ്ങനെ മുന്നേ അതിനെ ശരിക്കും നമ്മൾ തേച്ച് കൊടുക്കണം. മഴ തുടങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ മഴ പെയ്യുന്ന ആ ഒരു സമയത്ത് ചീക്ക രോഗത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് മെയിനായിട്ട് ചെയ്യുന്നത്. മഴ തുടങ്ങുമ്പോൾ നമ്മൾ അബിയൂന് ചെയ്യേണ്ട ഒരു കെയറാണ് നമുക്കിപ്പോൾ മനസ്സിലായത്. പിന്നെ ഇത് മൊത്തത്തിൽ നമുക്ക് വെള്ളത്തിൽ ഇത് പൊടിയായിട്ട് കിട്ടുന്ന പഞ്ചസൈഡ് പൊടിയായിട്ട് കിട്ടും. നമ്മൾ ലിക്വിഡ് ഫോം ആക്കി എടുക്കണം. വെള്ളത്തിൽ കലക്കിയിട്ട് മൊത്തത്തിൽ പ്ലാന്റിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇത് ഫ്രൂട്ട് സെറ്റ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ഫ്രൂട്ടിന് നമ്മളൊരു വിഷാംശം ചെല്ലണ്ടെന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഈ കടകളിൽ ഇങ്ങനെ സ്റ്റെമ്മിലൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാര്യം ഇവിടെ ഫ്രൂട്ട് ഉള്ളതുകൊണ്ട്. ഇത് ബ്ലാക്ക് സൂര്യനാം ചെറി പൂവിട്ട് നിൽക്കുന്നതാണ്. ബ്ലാക്ക് സൂര്യനാമിന്റെ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്ന പ്ലാന്റ് ആണ്. ചാമ്പ, ബാലി ചാമ്പ. ഇത് കെലഡാങ്ങാഞ്ഞിലി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. വിദേശാനാഞ്ഞിലിയാണ്. ഇത് നമ്മൾ ഒരു പരീക്ഷണത്തിന് ചട്ടിയിൽ വെച്ചേക്കണേ. ഇതിന്റെ തൈകൾ നമുക്ക് വിൽപ്പനയ്ക്കുണ്ട്.
കെൽഡാങ് ഫ്രൂട്ട് എന്ന് പറയും. ഇത് കുടംപുളിയാ? ഇത് കുടംപുളി അല്ല, സ്വീറ്റ് ഗോകം എന്ന് പറയും. സ്വീറ്റ് ഗോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടംപുളിയുടെ ഇനത്തിൽപ്പെട്ട ഒരു സാധനമാണ്. നമ്മൾ സർബത്ത് ഉണ്ടാക്കാനായിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. കറിയിൽ യൂസ് ചെയ്യുമോ? കറിയിൽ ഈ ഗോവക്കാരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, നോർത്ത് ഇന്ത്യൻസ് യൂസ് ചെയ്യുന്നുണ്ട്. തായ്ലൻഡ് വെറൈറ്റി ആണല്ലേ ഇത്? തായ്ലൻഡ് വെറൈറ്റി ആണ്, ഇപ്പോഴത്തിൻ്റെ ആണ്. കെൽഡാങ് എന്ന് പറയും. ജാതിയുടെ അടുത്തിരിക്കുന്നതുകൊണ്ട് ജാതിയാണെന്ന് തെറ്റിദ്ധരിച്ച. ബ്രസീലിയൻ ലോങ് മൾബറി. മറ്റേ മൾബറി എന്ന് പറയുന്നത് ലോങ് മൾബറി എന്ന് പറയുന്ന ഇനമാണോ ഇത്? ലോങ് മൾബറി എന്ന് അറിയപ്പെടുന്നതിനാണ്. അത് റെഡ് കളറിൽ കായ്ക്കും, നല്ല മധുരമുള്ള ടൈപ്പ്. കായിട്ട പ്ലാന്റുകളൊക്കെ വിൽപ്പനയ്ക്കുണ്ട്. ഇത് സീഡ് ഫ്രീ ജാക്ക് ഫ്രൂട്ട് ആണ്. നമ്മൾ പൈനാപ്പിൾ അരിഞ്ഞ് കഴിക്കുന്ന പോലെ കഴിക്കാം. ചവടി കുറവായിരിക്കും, സീഡില്ല. ഇതൊക്കെയാണ് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത. ഒരുപാട് വലിയ സൈസല്ല, നമുക്ക് ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെല്ലാവർക്കും കൂടി എടുക്കാവുന്ന രീതിയിലുള്ള ചെറിയ ചക്കയാണ് കേട്ടോ. ഇപ്പോൾ മുറിച്ച് കഴിഞ്ഞാൽ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമില്ല. അവക്കാഡോ ഇതിൻ്റെ ഇച്ചിരി നീട്ടത്തിൽ കിടക്കുന്ന ഫ്രൂട്ടാണ് ഇവിടെ കായ്ക്കുന്നത്. നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നതിനാണ്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന തൈകളാണ്, ഇത് ബഡ് ചെയ്തിരിക്കുന്ന തൈകളാണ് അവക്കാഡോയുടെ. ഇച്ചിരി നീട്ടത്തിൽ കായ്ക്കുന്ന ടൈപ്പാണ്. റസൽ എന്നാണ് പേര്. നമ്മൾ താഴെ വെച്ച് സാധാരണ അവക്കാഡോ നടുന്ന പോലെ നട്ടാൽ മതി അല്ലേ? സാധാരണ അവക്കാഡോ നടുന്ന പോലെ തന്നെ വയ്ക്കാം, മണ്ണിൽ വയ്ക്കാം, പിന്നെ വേണമെങ്കിൽ ഡ്രമ്മിലൊക്കെ വേണമെങ്കിൽ വയ്ക്കാം. ഇത് വെള്ള കളറിലെ പൾപ്പുള്ള ആഞ്ഞിലിപ്പഴം ഉണ്ടാകുന്ന ഇതിൻ്റെ പ്ലാന്റ് ആണ്. ഇത് കോശേരി മാവ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണുന്നത് മൾട്ടി ബഡഡ് മാവാണ്. ഇതിൻ്റെ അകത്ത് തന്നെ 5-6 ഇനം മാവുകൾ ഒരു മാവിൽ തന്നെ ബഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് സ്ഥലപരിമിതിയൊക്കെ ഉള്ളവർക്ക് ഒരു മാവ് വെച്ചാൽ അതിൽ തന്നെ പല ടൈപ്പ് മാങ്ങ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. ഇവിടെ അങ്ങനെ കുറേ മാവുകൾ ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാവിൻ്റെ പുറകിൽ കാണുന്നത് അടക്കാമര തൈകളാണ്. ഇപ്പോൾ കാണുന്ന നാംഡോഗ്മായ എന്ന് പറയുന്ന ഇനം മാങ്ങയുടെ തൈകളാണ്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിദേശ ഇനമാണ്. തായ്ലൻഡ് വെറൈറ്റി ആണ്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഇനം മാങ്ങയാണ്. നാംഡോഗ്മായ എന്നാണ് പേര്. ഇതിൻ്റെ കൂടുതൽ തൈകൾ നമുക്കിവിടെ ഉണ്ട്. ഇതിൻ്റെ ഒരു സെക്ഷൻ തൈകൾ അവിടെ ഇരിക്കുന്നത്, വേറെയും തൈകളുണ്ട്. ഇത് നമ്മൾ കാണുന്ന വയലറ്റ് പേര എന്ന് പറയും. ഇതിൻ്റെ ഇലകൾക്ക് നല്ല വയലറ്റ് കളറാണ്. ഇതിൻ്റെ ഫ്രൂട്ട് ഉണ്ടായി കഴിയുമ്പോഴും ആ ഒരു കളറായിരിക്കും. ഇത് ലെയർ ചെയ്തിരിക്കുന്ന തൈകളാണ്. നമുക്ക് ചട്ടികളിലൊക്കെ വെച്ച് കഴിഞ്ഞാലും കായ്ക്കും. ഇത് വിയറ്റ്നാം സൂപ്പർ ഏർലിയുടെ തൈകളാണ്. സൂപ്പർ ഏർലി പ്ലാവ് അല്ലെങ്കിൽ ഓൾ സീസൺ പ്ലാവ് എന്ന് പറയും. ഒരു വർഷം കൊണ്ട് തന്നെ കായ്ക്കും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചക്ക കിട്ടും. വരിക്ക ചക്കയാണ്, അത്യാവശ്യം രുചിയുള്ളൊരു മീഡിയം സൈസുള്ള ചക്കകളാണ്. നമുക്ക് മറ്റ് ചക്കകൾ കായ്ക്കാത്ത സമയത്തും കൂടെ ഇത് കായ്ച്ച് കിട്ടും. പിന്നെ പെട്ടെന്ന് തന്നെ ഫ്രൂട്ട് ചെയ്യുമെന്നുള്ള പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ പല വലിപ്പത്തിലുള്ള തൈകൾ, കുറച്ചും കൂടെ വലിയ തൈകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വേറെ വെറൈറ്റി പ്ലാവിൻ തൈകളുണ്ട്. തേൻവരിക്ക പ്ലാവിൻ്റെ നമ്മുടെ കോമൺ ആയിട്ടുള്ള തേൻവരിക്ക പ്ലാവുണ്ട്. പിന്നെ ചെമ്പടാക്ക് പ്ലാവിൻ്റെ തൈകളുണ്ട്. ചെമ്പടാക്ക് ചീനി എന്നറിയപ്പെടുന്ന ഇനം പ്ലാവിൻ്റെ തൈകളുണ്ട്. പിന്നെ നമുക്ക് സിദ്ധു റെഡ് ജാക്ക് ഉണ്ട്. സിദ്ധു എന്ന് പറഞ്ഞാൽ കർണാടക വെറൈറ്റി പ്ലാവാണ്, അതിൻ്റെ തൈകളുണ്ട്. പിന്നെ നമുക്കൊരു കോക്കനട്ട് ജാക്ക് എന്ന് പറഞ്ഞാൽ അതായത് തേങ്ങയുടെ ഷേപ്പിലുള്ള ഒരു ചക്ക ഉണ്ടാകുന്ന ടൈപ്പ് ഉണ്ട്. തേങ്ങാ ചക്ക അല്ലെങ്കിൽ കോക്കനട്ട് ജാക്ക് എന്ന് പറയും. ഇത് സീറ്റമ്പഴമാണ്. ഇത് നമുക്ക് ചട്ടിയിൽ വളർത്താം. അധികം ഹൈറ്റിൽ പോകാത്ത രീതിയിൽ നമുക്ക് പ്രൂൺ ചെയ്ത് വളർത്താവുന്നതാണ്. ഇതിവിടെയുള്ളൊരു വെറൈറ്റി ജാതിയാണ്, മഞ്ഞപ്പത്രി ജാതിയാണ്. എന്താണെന്ന് നമുക്ക് നോക്കാവേ. ഇത് മഞ്ഞ കളറിലാണ്. നമ്മൾ പൊളിക്കുമ്പോൾ തന്നെ മഞ്ഞ കളറിലാണ്. സാധാരണ ജാതിപത്രി നമ്മൾ ചുമപ്പ് ജാതിപത്രി ഉണങ്ങി കഴിയുമ്പോൾ മഞ്ഞ കളറുണ്ടാവും. ഇത് നമ്മൾ പൊളിക്കുമ്പോൾ തന്നെ മഞ്ഞ കളറിൽ മഞ്ഞപ്പത്രി ജാതി എന്ന് പറയും. ഇത് കൂടുതൽ മാർക്കറ്റിൽ വില കിട്ടും. മഞ്ഞയ്ക്ക് വില ഉള്ള മഞ്ഞ കളർ പത്രിക്ക് എസൻസ് കണ്ടന്റ് കൂടുതലായിരുന്നു, കൂടുതൽ മാർക്കറ്റിൽ വില കിട്ടും. ഇതിൻ്റെ തൈകൾ നമുക്ക് വിൽപ്പനയ്ക്കുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഇത് നല്ല വലിപ്പമുള്ള കായകൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. പത്രിക്ക് ഒരു 3 ഗ്രാം വരെ തൂക്കം കിട്ടും. കായ്ക്കൊരു 10 ഗ്രാം 12 ഗ്രാം വരെ തൂക്കം കിട്ടും കേട്ടോ. മഞ്ഞപ്പത്രി അതുപോലെ കായ ആവറേജ് വലിപ്പം, കുറച്ചും കൂടെ വലിപ്പമുള്ള കായകളും കിട്ടും കേട്ടോ. ഇത് ബഡ് ചെയ്തിരിക്കുന്ന ജാതി തൈകളാണ്. ഇത് കിണറ്റുകര ഇനത്തിൽപ്പെട്ട ജാതി തൈകളാണ്. ഇതിൻ്റെ കൂടുതൽ എണ്ണം കായ്ക്കും. പത്രിക്ക് നല്ല കനമുള്ള വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇപ്പോൾ വലിയ തൈകൾ നമുക്കൊരു 8 അടി 10 അടി വരെയുള്ള തൈകളൊക്കെയാണ് ഈ നിൽക്കുന്നത്. പിന്നെ ചെറിയ തൈകൾ നമുക്ക് പല ഇനം ജാതി തൈകൾ ബഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ചെറിയ തൈകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. ഇത് വലിയ തൈകൾ ഇതിനകത്ത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പൂവിട്ട് കായ പിടിച്ചു തുടങ്ങിയേക്കണേ. ഇപ്പോൾ ഈ കാണുന്ന എല്ലാം കണക്റ്റുകരയുടെയാണ്. ഇതിനൊക്കെ ഒരു 3 കൊല്ലം പ്രായമുണ്ട്. ചെറിയ തൈകൾ വെക്കുകയാണെങ്കിൽ 3 കൊല്ലം കൊണ്ട് തന്നെ കായ്ക്കും. വലിയ പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് സെയിലിനായിട്ട് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ചെറിയ ജാതി തൈകൾ പല വെറൈറ്റികളുണ്ട്. ഒരു പത്രിക്ക് 10 ഗ്രാമിൻ്റെ അടുത്ത് തൂക്കമുള്ള വലിയ ടൈപ്പ് ജാതിയാണ് ശ്രീലങ്കൻ ജാതി. അതിൻ്റെ തൈകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതേപോലെ തന്നെ വിവിധ ഇനത്തിലുള്ള ജാതി തൈകളും ഇവിടെ ഉണ്ട്.
പല വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ജാതി തൈകൾ എവിടെ നിന്ന് കിട്ടും, നല്ല ഇനമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടുത്തെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാം ശ്രീലങ്കനാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു മഞ്ഞപ്പത്രി ഉള്ളത് ഏതാ? മഞ്ഞപ്പത്രി ജാതിയുടെ തൈകളാണ്. എല്ലാം ഒട്ട് തൈകളാണ്, ബഡ് തൈകളാണ്. ഇത് നിരപ്പേൽ ഗോൾഡ് എന്ന് പറഞ്ഞ ഇനം ജാതി. നിരപ്പേൽ ഗോൾഡ് എന്ന് പറഞ്ഞ ഇനം ജാതിയാണ്. വലിയ കായ ഉണ്ടാവുന്ന ടൈപ്പാണ്. ഗോൾഡൻ ജാതി വലിയ കായകളായിരിക്കും അല്ലേ? ഇത് വലിയ കായാണ് ഇതിന്റെ പ്രത്യേകത. ഒരു കായ്ക്ക് ഒരു 18 to 20 ഗ്രാം വരെ തൂക്കം കിട്ടും. പത്രി റെഡ് കളർ അല്ലേ? പിന്നെ ഈ ഇവിടെ വെച്ചിരിക്കുന്നത് ഗോൾഡൻ ജാതി അല്ലേ? ഇത് ഗോൾഡൻ ജാതി, ഇരിക്കുന്നതെല്ലാം ഗോൾഡൻ ജാതിയാണ്. അതിന്റെ പ്രത്യേകത വലിയ കായുള്ളതാണ്. ഇത് നമ്മൾ ബഡ് ജാതിയാണ് ഈ കാണുന്നത്. ഇത് കണറ്റുകര ജാതിയുടെ വലിയ തൈകളാണ് ഈ ഇരിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ പൂവിട്ട തൈകളുണ്ടായിരുന്നു. ഇതിന്റെ ബാക്കിൽ ഇരിക്കുന്ന ഇത് കുറച്ചുകൂടി വലിപ്പമുള്ള തൈകളിൽ പൂവുണ്ട്. പല വലിപ്പത്തിലുള്ള ജാതി തൈകളുണ്ടല്ലേ? പല വലിപ്പത്തിലുണ്ട്. സ്റ്റെപ്പ് വൈസ് ആണ് അതിന്റെ റേറ്റ് വരിക. ഒരു പാഷൻ ഫ്രൂട്ട് പന്തലാണ്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പാഷൻ ഫ്രൂട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നതാണ്. പാഷൻ ഫ്രൂട്ടുകളൊക്കെ ഉണ്ടായത് ഇപ്പോൾ ഉണ്ട്. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. പിങ്ക് കളറിലെ പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇത്തിരി പഞ്ചസാര കൂടി ഇട്ട അടിപൊളിയാണ്. അപ്പം അതുപോലെയാണ് എനിക്കിപ്പോൾ തന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. കെണിയൊക്കെ തൂക്കിയിട്ടുണ്ടല്ലോ. എല്ലാ ഫ്രൂട്ട്സിനും നമുക്കിങ്ങനെ കെണികൾ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതിനെ പുഴുക്കുത്തിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റും. ഇത് ഫസ്റ്റ് ഈ പാഷൻ ഫ്രൂട്ട് കാഴ്ച തുടങ്ങിയപ്പോൾ ഇത് ഫുള്ള് പുഴുകുത്തി പോകുമായിരുന്നു. പക്ഷേ ഈ കെണി നമ്മൾ തൂക്കിയപ്പോൾ അതിന് വ്യത്യാസം വന്നു. ഇപ്പോൾ പുഴു കുത്തുന്നില്ല, നല്ല കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിലും പിന്നെ അതുപോലെ തന്നെ ആ കളറിലൊക്കെ കിട്ടുന്നുണ്ട്. കായ്ച്ചയുടെ ശല്യം ഉണ്ടാവില്ല. ഇത് ഈച്ചയാണ് ഇതിനകത്ത് വന്ന് കുത്തുന്നത്. അപ്പോൾ ഇതിൽ നമ്മളൊരു ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഈച്ചകൾ ചത്ത് കിടക്കാൻ കാണിച്ചു തരാം. ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ തുറക്കാൻ പറ്റും. ഇതിൽ നമ്മളൊരു കേക്ക് വെച്ചിട്ടുണ്ട്. ഈ കേക്ക് ഈച്ചേനെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഹോർമോൺ കേക്കാണ്. അത് ഫെറമോൺ കെണി എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഈച്ചകൾ ഇതിനകത്ത് വന്ന് അട്രാക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ചത്ത് കിടക്കും. അപ്പോൾ നമുക്ക് പഴം ഈ ഈച്ചകളിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റും. നമുക്ക് ഓരോ ഫ്രൂട്ടിനും നമുക്ക് തൂക്കാൻ പറ്റും. പിന്നെ തൂക്കി കഴിഞ്ഞാൽ ഇതിന്റെ വിസിബിലിറ്റിയിൽ വരുന്ന ഇൻസെക്ട്സിനെ ഇത് അട്രാക്ട് ചെയ്തിട്ട് മാങ്ങയുടെ പ്രശ്നം എല്ലാത്തിനും പറ്റും. ഫ്രൂട്ട് കെണി ഫ്രൂട്ട് ഈച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള കെണി. എല്ലാത്തരം പേരയ്ക്കും അല്ലേ? നമ്മുടെ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന പ്രശ്നമാണ് ഈ പുഴുക്കുത്ത്. ഇപ്പോൾ പുഴുക്കുത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന ഫലങ്ങളെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് ഓരോ പഴത്തിനും ഇതുപോലെ തൂക്കിയിട്ടാൽ മതി. തൂക്കിയിട്ട് ഇതിന് വലിയ എക്സ്പെൻസീവ് അല്ലോ. ഇപ്പോൾ ഈ ഒരു സെറ്റിന് നമ്മൾ ഈ കേക്ക് അടക്കം ഒരു 200 രൂപയ്ക്ക് വരും. പിന്നെ ഇത് പിന്നെ നമുക്ക് റീയൂസ് ചെയ്യുമ്പോൾ കേക്ക് മാത്രം വാങ്ങിച്ചാൽ അപ്പോൾ 100 80 രൂപ എന്തോ കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് മാത്രം നോക്കി ഇപ്പോൾ ഒരു 5 months വരെ, ഒരു 3 to 5 months വരെ നമുക്ക് ഞങ്ങളിത് മേടിച്ച് നമ്മളവിടെയൊക്കെ യൂസ് ചെയ്തു. അപ്പോൾ ഈ നമ്മൾ കുക്കുംബറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചില്ലേ, ഭയങ്കര ശല്യമായിരുന്നു. ഇതെന്ത് പ്ലാന്റാണ്? ഇത് കെപ്പൽ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. ഇത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇന്തോനേഷ്യൻ ഫ്രൂട്ടാണ്. ഇത് പെർഫ്യൂം പഴം അല്ലെങ്കിൽ റോയൽ ഫ്രൂട്ട് എന്നൊക്കെ അറിയപ്പെടും. പണ്ട് ഇന്തോനേഷ്യയിലെ രാജാക്കന്മാർ മാത്രം വളർത്തിക്കൊണ്ടിരുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഇപ്പോൾ എല്ലായിടത്തും ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റുള്ള എല്ലായിടത്തും കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. പണ്ട് രാജാക്കന്മാരുടെ വീട്ടിൽ മാത്രം, പുറത്തേക്ക് വിടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ പല സ്ഥലത്തും നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ പല സ്ഥലങ്ങളിലും ഇതിപ്പോ കായ്ച്ചതാണോ? ഇത് ഇപ്പൊ ഒരു 9 കൊല്ലം ഇതിന് ഏജ് ഉണ്ട്. കഴിഞ്ഞ കൊല്ലം പൂവിട്ടായിരുന്നു, പക്ഷെ കായ പിടിച്ചു കിട്ടിയില്ല. 9 കൊല്ലം വേണോ ഇത് കായ്ക്കാൻ? കായ പിടിച്ചു കിട്ടാൻ ഒരു 9 to 10 കൊല്ലം വരെ എടുക്കും. സീഡ്ലിങ്സ് ആണ് ഇപ്പൊ നമുക്ക് നടാനായിട്ട് കിട്ടുന്നത്. സീഡ്ലിംഗ് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം വരെ എടുക്കും. ഇപ്പൊ ഈ കൊല്ലം വീണ്ടും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാണിച്ചു തരാം. അപ്പൊ ഒരു വർഷമൊക്കെ പൂ വിരിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് ചെറിയ പൂ മുട്ടിട്ട് തന്നെയൊക്കെ കപ്പലിന്റെ പൂക്കൾ മുട്ടിട്ട് വരുന്നതാണ്. ഇതിങ്ങനെ നിറച്ചും പൂ ഉണ്ടായി വരും ശരിക്കും. അപ്പൊ കഴിഞ്ഞ കൊല്ലം ഇത് പൂവിട്ടെങ്കിലും ഇത് കായ പിടിച്ചില്ല. അപ്പൊ ഈ കൊല്ലം ഫ്രൂട്ട് സെറ്റായി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം പൂവുണ്ടായല്ലേ? കഴിഞ്ഞ കൊല്ലം പൂവിട്ടായിരുന്നു, പക്ഷെ കായ പിടിച്ചില്ല. ഇപ്പൊ ഈ കൊല്ലം പൂവിട്ട് കായ പിടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഇവിടെ വേറൊരു അബിയു നിപ്പുണ്ട്. ഹൈറ്റിലധികം വളരാത്ത ഇനത്തിലുള്ള അബിയു ആണ്. ഡ്രമ്മിൽ വേണമെങ്കിൽ വെക്കാം അല്ലേ? ഇത് ഡ്രമ്മിൽ വെക്കാം. ഇപ്പൊ നമ്മൾ വെച്ചിരിക്കുന്ന മണ്ണിലാണ് വെച്ചേക്കണത്. ഇതിനകത്ത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-2.5 കൊല്ലത്തെ പ്രായമുള്ള ഒരു അബിയു. 2 പൂക്കളുണ്ടോ? കുറച്ച് നല്ല ഷോ ആയിട്ട് നിൽക്കുന്നുണ്ട്, കാരണം ഭംഗിയുണ്ട്. ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇത് എന്ത് മാവാണ്? ഇത് നാംഡോക്മായി എന്നറിയപ്പെടുന്ന ഒരു തായ്ലൻഡ് വെറൈറ്റി മാംഗോയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാംഗോയാണ്. ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ നമ്മൾ മണ്ണിൽ നട്ടേക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്.
ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ 5ാമത്തെ ഫസ്റ്റ് 5 മാംഗോസ്, ഏറ്റവും ടേസ്റ്റുള്ള ഫസ്റ്റ് 5 മാംഗോസ് എടുക്കുകയാണെങ്കിൽ അതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റിയാണ്. സൈസ് എങ്ങനെ? സൈസ് ഇച്ചിരി നീട്ടത്തിലാണ് കിടക്കുന്നത്. പിന്നെ അതിൻ്റെ സീഡ് വളരെ തിന്നായിരിക്കും. അപ്പോൾ നീട്ടത്തിൽ നല്ല ഈ മല്ലിക മാംഗോയുടെ ഒക്കെ ഷേപ്പിനോട് സാദൃശ്യത്തിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷേപ്പിലാണ്. പിന്നെ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ബഡാണ് അല്ലേ? ഇത് ബഡ് തൈയാണ് വെച്ചിരിക്കുന്നത്. കേരളത്തിൽ കായ്ച്ചിട്ടുണ്ടല്ലേ? കായ്ക്കുന്നുണ്ട്. ഫ്രൂട്ട് ഏറ്റവും നല്ലൊരു മാങ്ങയായിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ബനാന മാംഗോ എന്ന് പറഞ്ഞ ഒരു ഐറ്റം അവിടെ ഉണ്ട്, ചാങ്ദിയാങ് എന്ന് പറഞ്ഞ. ഇതും ഒരു തായ്ലൻഡ് വെറൈറ്റിയാണ്. ഇത് ബനാന മാംഗോ അല്ലെങ്കിൽ ചാങ്ദിയാ മാംഗോ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ തൈകൾ നമുക്ക് വിൽപ്പനയ്ക്കായിട്ടുണ്ട്. ഇതും ബനാന എന്ന് പറയാൻ കാരണം ബനാന പോലെ ഇച്ചിരി നീട്ടത്തിൽ കിടക്കും. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷേപ്പിലാണ്. ഈ മാവ് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫംഗിസൈഡ് തേച്ചുകൊണ്ട് സൈഡ് ഇതിനൊക്കെ ഫംഗിസൈഡ് ഉണക്ക് ചെറിയ രീതിയിൽ ഉണക്ക് കയറിയിട്ട് നമ്മൾ ഫംഗിസൈഡ് തേച്ച് കൊടുത്ത് സാപ്പ് തേച്ച് കൊടുത്ത് അടിയിലും. പ്രത്യേകിച്ച് വിദേശ ഇനങ്ങൾക്കും ബഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്വദേശി ഇനങ്ങളാണെങ്കിലും ബഡ് ചെയ്തിരിക്കുന്ന തൈകൾക്കെല്ലാം വരും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അറിവുകൾ ഒക്കെ ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അത് എനിക്കും വീഡിയോ കാണുന്ന മറ്റുള്ള കൂട്ടുകാർക്ക് ഉപകാരപ്രദമായിരിക്കും. ഒരുപാട് ടിപ്സുകളൊക്കെ നമുക്ക് ഈ കമൻറ്റ് സെക്ഷനിലൂടെ കിട്ടാറുണ്ട്. അപ്പോൾ മറക്കാതെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കൃഷിലോകം ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയുവാനായിട്ട് പഴയ വീഡിയോസ് എല്ലാവരും ചെക്ക് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.